ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമ്മനിൽ നിന്നും ജറാഷിലേക്കുള്ള സുന്ദരമായ യാത്രയും ജറാഷിലെ റോമൻ റൂയിൻസും അജുലോൺ കാസിലും അവിടുത്തെ ഫോറസ്റ്റ് റിസർവും പിന്നെ ഞങ്ങൾ സാഹസികമായി സന്ദർശിച്ച ഹോളി സ്പിരിറ്റ് ചർച്ച് അജുലോൺ, ലാറ്റിൻ ചർച്ച് അജുലോൺ, കാത്തലിക് ചർച്ച് അഞ്ചാറ എന്നിവയാണ്. അമ്മനിൽ നിന്നും ഏതാണ്ട് 10:11 മണിയോടുകൂടി ഞങ്ങൾ അജുലോണിലേക്കുള്ള യാത്ര തിരിച്ചു. അമ്മനിലെ ഞങ്ങളുടെ കാഴ്ചകളും അനുഭവങ്ങളും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണാം. കാറിലിരുന്നുള്ള ഈ വീഡിയോ അത്ര സുഖകരമല്ലെങ്കിലും ആ യാത്ര അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അതിൻ്റെ മെമ്മറി ഓർത്തിരിക്കാൻ വേണ്ടി തന്നെയാണ് എനിക്ക് ഈ വീഡിയോ ഡിലേറ്റ് ചെയ്യാൻ തോന്നാത്തത്. ഏതാണ്ട് 1 മണിക്കൂറിലധികമുള്ള യാത്ര. വഴിയിൽ നിന്നും പ്രകൃതിയുടെ ഭംഗിയിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നാത്ത വിധം അതിമനോഹരമായ മലകളും താഴ്വാരങ്ങളും നദികളുമെല്ലാം ഞങ്ങളുടെ യാത്രയിൽ വലിയ അനുഭവങ്ങളായി. ഓരോ കുന്നുകളും കയറി ഇറങ്ങുമ്പോൾ, ഓരോ വളവുകളും കറങ്ങി വരുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പ്രകൃതി ഭംഗിയാണ് ഞങ്ങളെ കാത്തിരുന്നത്. ജെയ്ഡനും കുട്ടികളുമാണെങ്കിൽ ഫുൾ എനർജിയോട് കൂടിയാണ് ഇരിക്കുന്നത്. ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച ഭക്ഷണത്തിനായി വഴിയരികിൽ നിന്ന് പാത്രം വീശി വിളിക്കുന്ന ആളുകളെയാണ്. അവർ കുട്ടികളാണെന്ന് തോന്നി. ഞങ്ങളുടെ ഭക്ഷണത്തിന് ഇനിയും സമയമായിട്ടില്ല. ഇനി അല്പം ജറാഷിനെ കുറിച്ച് സംസാരിക്കാം. ബൈബിളിൽ പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന ഗരസേനരുടെ നാടിനെ കുറിച്ച് പറയുന്ന അതേ സ്ഥലമാണ് ജറാഷ്. ജോർദാന്റെ വടക്കു ഭാഗത്തായിട്ടാണ് ജറാഷ് സ്ഥിതി ചെയ്യുന്നത്. നിയോലിത്തിക് കാലത്ത് തന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നതായി തെളിവുകളുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിലനിന്നിട്ടുള്ള റോമൻ പ്രൊവിൻഷ്യൽ സിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജറാഷിലുള്ളത്. ഇത് നന്നായി കാത്തു സൂക്ഷിച്ചു പോരുന്നു. ദ റൂയിൻഡ് സിറ്റി ഓഫ് ജറാഷ് ഈസ് ജോർദാൻസ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് റോമൻ സൈറ്റ് and many visitors are attracted to it. Spending some time in Jerash is like going back to ancient times. സത്യത്തിൽ ജറാഷിന്റെ ഹിസ്റ്ററി പഠിക്കുവാൻ ബൈബിൾ ഒക്കെ എടുത്ത് വായിച്ചു നോക്കേണ്ടതായി വന്നു എനിക്ക്. കാരണം ജറാഷിന്റെ ചരിത്രം ബൈബിളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. തകർക്കപ്പെട്ട നിലയിലുള്ള പലതും ജറാഷിൽ കാണുവാനുണ്ട്. അതിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് ഹാഡ്രിൻസ് ആർച്ച്, ഹിപ്പോഡ്രോം, സൗത്ത് ഗേറ്റ്, ടെമ്പിൾ ഓഫ് സിയൂസ്, സൗത്ത് തിയേറ്റർ, ഫോറം ആൻഡ് സം ചർച്ചസ്. ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നതായിരിക്കും. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് താഴ്വാരവും അതിൽ അതിമനോഹരമായ ഒരു പുഴയും കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാനും കാണുവാനും വളരെ ആഗ്രഹമുണ്ടായി. പിന്നീടാണ് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങുകയും സർക്കാർ റിവറിന്റെ സൈഡിലൂടെ ഒരു നല്ല ഡ്രൈവ് നടത്തുകയും ചെയ്തു. ഈ റിവറിന്റെ ഉത്ഭവം ജോർദാന്റെ തലസ്ഥാനമായ അമ്മനിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുമാണ്. ജിയോഗ്രഫിക്കലി ദ സർക്കാർ റിവർ ഈസ് അബൌട്ട് 30 million years old. The river is first mentioned in the book of Genesis in connection with the meeting of Jacob and Esau. കാണാൻ ഭംഗിയുണ്ടെങ്കിലും അതിലെ ജലം അത്ര ശുദ്ധമല്ല. അതിന്റെ റീസ്റ്റോറേഷൻ ആണ് വൺ ഓഫ് ദ ടോപ്പ് പ്രിയോറിറ്റീസ് ഓഫ് ജോർദാൻ മിനിസ്ട്രി ഓഫ് ദ എൻവയൺമെന്റ്. ചരിത്രം എന്താണെങ്കിലും ആ റിവറും അതിനുള്ള സമീപ പ്രദേശങ്ങളും വളരെ മനോഹരമാണ് കാണാൻ. സർക്കാർ റിവറിന്റെ തീരത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് സർക്കാ സിറ്റി. ഇതാണ് ജോർദാനിലെ 2ാമത്തെ ഏറ്റവും വലിയ സിറ്റി. അവിടെ കുറച്ചു സമയം ചെലവഴിച്ച ശേഷം ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, അതായത് ജറാഷിലേക്ക് വീണ്ടും യാത്രയായി. AD 635 ജറാഷ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആധിപത്യത്തിലായി. 747 AD ഒരു എർത്തുകുക്കിൽ ജറാഷ് സിറ്റി നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അവിടുത്തെ ആൾതാമസം ഗണ്യമായി കുറയുകയും 12th സെഞ്ചുറിയോടുകൂടി അവിടം തരിശുഭൂമിയാക്കപ്പെടുകയും ചെയ്തു. പിന്നീട് 1878 അവിടുത്തെ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എക്സ്കവേഷനും റീസ്റ്റോറേഷനും എല്ലാം ആരംഭിച്ചത്. സർക്കാർ റിവറിന്റെ തീരത്ത് നിന്നും ഹൈവേയിൽ കയറി മുന്നോട്ട് പോകുമ്പോഴാണ് പലതരത്തിലുള്ള ആടുകളും മൃഗങ്ങളും എല്ലാം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി തോന്നിയത് മലയാടാണ്. മലയുടെ മുകളിലൂടെ നടന്നു നീങ്ങുന്ന ആടുകൾ. ജോർദാനിലെ എല്ലാ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വിസിറ്റേഴ്സ് സെന്ററുകളുണ്ട്.
നമ്മൾ വിസിറ്റേഴ്സ് സെന്ററിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നാണ് എല്ലാ ഇൻഫോർമേഷൻസും എല്ലാ എൻട്രികളും നമുക്ക് സാധിക്കുക. എന്നാൽ ജറാഷിൽ മറ്റൊരു രീതിയിലായിരുന്നു. ജറാഷിന്റെ വിസിറ്റേഴ്സ് സെന്റർ ഒരു വശത്തായിരുന്നെങ്കിലും പാർക്കിങ്ങും അതിന്റെ എൻട്രൻസും മറ്റൊരു ഭാഗത്തു നിന്നായിരുന്നു. ജറാഷ് സൈറ്റിലേക്കുള്ള എൻട്രൻസ് ആരംഭിക്കുന്നത് കുറെ കച്ചവട സ്ഥാപനങ്ങളിലൂടെയാണ്. അവിടെ നമ്മൾക്ക് എല്ലാവിധ സാധനങ്ങളും ലഭ്യമാണ്. അതിലൂടെ പുറത്തോട്ടിറങ്ങിയാൽ നമ്മൾ ആദ്യം കാണുന്നത് ഹാഡ്രിൻസ് ആർച്ചാണ്. അവിടെ കല്ലിൽ കൊത്തിവെച്ചിരുന്ന ജറാഷിന്റെ ഹിസ്റ്ററി ജുവലും ജെറിലും വായിക്കുകയുണ്ടായി. Christianity was known in Jerash by the year 350 AD, and the ruins of 16 churches built between the 4th to 7th century AD still exist today. Most prominently, the Cathedral Church of Bishop Isaiah, Church of St. Theodore, Church of St. Cosmas and Damian, Church of St. George, Church of Bishop Genesis, and Church of Mortuary, etc. By 635 AD, Jerash was dominated by the Islamic State. One of the most monumental discoveries was a mosque amidst a populous neighborhood dates back to the Umayyad age. In 1949 AD, the city was wrecked by an earthquake and destroyed most of its milestones. In 1120 AD, Jerash was served as a center of Seljuk garrison station in Temple of Artemis, which in turn was demolished by Crusade Jerusalem Kingdom troops in 1121 AD. By the end of the Ottoman reign, Jerash was office of Qaim Maqam, Ottoman house, which laterally was used as first office of the Jordanian Department of Antiquities. The Jordanian Department of Antiquities, in collaboration with the domestic, foreign and friend missions, have been undertaking dozens of excavation and renovation projects at this archaeological sites since 1923. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പർ ടെമ്പിൾ ഓഫ് സിയൂസ് ആണ്. 15 മീറ്ററോളം ഹൈറ്റിലുള്ള തൂണുകളും വലിയ കല്ലുകളാൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഭിത്തിയുമെല്ലാം നമ്മളെ ആശ്ചര്യപ്പെടുത്തും. അതിനുശേഷം ഞങ്ങൾ പോയത് സൗത്ത് തിയേറ്ററിലേക്കാണ്. പരമ്പരാഗതമായ അവരുടെ സംഗീതം ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ താഴെ കാണുന്ന ഓവൽ ഷേപ്ഡ് പ്ലാസയാണ് ഫോറം എന്ന് അറിയപ്പെടുന്നത്. ഫോറം സെർവ്ഡ് ആസ് എ മാർക്കറ്റ് പ്ലേസ് ആൻഡ് ദ മെയിൻ ലോക്കസ് ഓഫ് ദ സിറ്റീസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. ഞങ്ങൾ ജറാഷിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തിയപ്പോഴത്തേക്കും ക്ഷീണിച്ചിരുന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയിലാണ് ചർച്ചുകളും മോസ്കും സൗത്ത് ഗേറ്റും എല്ലാം കാണാവുന്നത്. ആ പുറകിൽ കാണുന്നതാണ് അഗോര. പബ്ലിക് മീറ്റിംഗിനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണത്. സമയം ഏതാണ്ട് 12:30 ഭക്ഷണവും കഴിക്കണം, അജിലോൺ വരെ പോവുകയും ചെയ്യണം. അജിലോണിലേക്കുള്ള യാത്രക്കിടയിൽ ഞങ്ങൾക്ക് ഒരു ഫാമിലി ഷവർമ ലഭിച്ചു. അജിലോൺ കാസിൽ. Ajilun Castle was built on Salahuddin's command as a part of military tactic to stop the expansion of Crusader territory in the region. The castle protected communication routes between Damascus and the south of Jordan and secured the safety of pilgrim and trade caravans traveling to Hejaz. The castle also protected nearby iron mining operations key to the manufacture of weapons. The name Ajilun goes back to a Christian monk who lived on this mountain in the Byzantine time. The Ajilon Castle is placed on a hilltop belonging to the Mount Ajilon district. 12ാം നൂറ്റാണ്ടിലാണ് ഇത് പണിയപ്പെടുന്നത്. അജിലോൺ ടൗണിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. വിസിറ്റർ സെന്ററിന്റെയും ടിക്കറ്റ് ഓഫീസിന്റെയും ഏതാണ്ട് 500 മീറ്റർ മുകളിലാണ് അതിന്റെ എൻട്രൻസ് തന്നെ. അജിലോൺ കാസിലിന്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കയറി പോകുവാൻ സാധിക്കും. സീ ലെവലിൽ നിന്നും 1250 മീറ്റർ മുകളിലാണ് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ ധാരാളം മുറികളും കൊത്തുപണികളും ഗോപുരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നു.
ആർച്ച് രൂപത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് അതിന്റെ മുകൾ ഭാഗം. അതിനു മുകളിലും മറ്റു നിലകൾ നിലനിൽക്കുന്നു. കൊട്ടാരത്തിന്റെ ഉൾഭാഗം ശീതീകരിക്കുകയും എല്ലാ അറകളിലേക്കും സൂര്യപ്രകാശം എത്തുന്നതിനാവശ്യമായ ജനാലവാതിലുകൾ ക്രമീകരിക്കുകയും ചെയ്തിരുന്നു. കുരിശ് യുദ്ധക്കാരുടെ അധിനിവേശത്തെ ആവോളം ചെറുത്ത മഹാസ്തംഭമായാണ് അറബ് ജനത ഈ കോട്ടയെ കാണുന്നത് എന്ന് ജോർദാൻ ചരിത്രരേഖകൾ പറയുന്നു. കോട്ടയ്ക്ക് ചുറ്റും 16 മീറ്റർ വീതിയിലും 15 മീറ്റർ ആഴത്തിലും ഒരുക്കിയ ട്രെഞ്ചുകളുണ്ട്. മുകളിലേക്ക് പോകുന്നതിനിടയിൽ ചില ലാൻഡിംഗ് പ്ലേസുകളുണ്ട്. അവിടെ നിന്നുള്ള ദൂരേക്കുള്ള കാഴ്ച അതിമനോഹരമാണ്. അത്യാഡംബരമായ കോട്ടമുറികൾ, ഭക്ഷണ ഹാളുകൾ, തടവുകാരെ പാർപ്പിക്കുന്ന ജയിലറകൾ, ആയുധങ്ങളും പടക്കോപ്പുകളും സൂക്ഷിക്കുന്ന അതീവ സുരക്ഷാ അറകൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ്. കോട്ടയുടെ മുകളിൽ ഇടിഞ്ഞു കിടക്കുന്ന മണ്ണിൽ കിളുത്തുവന്ന ഒരു പൂവാണ് ആ കാണുന്നത്. ദൂരേക്കുള്ള കാഴ്ച, കണ്ണു കുളിർപ്പിക്കുന്ന ആ കാഴ്ച കണ്ട് കുറേ സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. A number of more than 30 members at a time at the rooftop is not allowed. ജോർദാൻ വാലിയും അതിലേക്ക് ഒഴുകുന്ന 3 വാദികളും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഈ കോട്ട ഒരു ഡിഫെൻസീവ് പ്ലേസ് ആയിരുന്നു. വിസിറ്റേഴ്സിനായി സജ്ജമാക്കിയിട്ടുള്ള മറ്റൊന്നാണ് കേബിൾ കാർ. അജിലോണിന്റെ ഒരു ഭൂരിഭാഗവും കവർ ചെയ്യുന്ന രീതിയിലാണ് ആ കേബിൾ കാർ സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അതിവേഗം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. ഒരു ചെറിയ മ്യൂസിയം കൂടിയുണ്ട് ഈ കോട്ടയ്ക്കുള്ളിൽ. പുരാതന ഹാൻഡ്മെയ്ഡ് ഗ്രാനൈറ്റ്സും മൊസൈക്സും പലതരം പോട്ടുകളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അജിലോണിലെ അടുത്ത ഞങ്ങളുടെ യാത്ര ഫോറസ്റ്റ് റിസർവിലേക്കാണ്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിലും അതിമനോഹരമായ ഒരു നേച്ചർ റിസർവ് ആണ് അജിലോൺ നേച്ചർ റിസർവ്. ഇതിനുള്ളിൽ ഓക്ക് മരങ്ങളും പിസ്റ്റാഷ്യോ മരങ്ങളും സ്ട്രോബെറിയും എല്ലാം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചില വന്യജീവികളും ഇതിനുള്ളിലുണ്ട് എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. എങ്കിലും ഹൈക്കിങ്ങിനുള്ള സൗകര്യങ്ങളും അതിനുള്ളിലൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുള്ളിൽ കുടുംബസമേതം വന്നിരുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന കുടുംബങ്ങളെയും ഞങ്ങൾ കണ്ടു. കുളിർമയുള്ള കാലാവസ്ഥയും മനോഹരമായ പ്രകൃതിയും ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി നിരീക്ഷകർക്കും ഹൈക്കിംഗ് പ്രേമികൾക്കും ഏറെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് അജിലൂൺ വനസംരക്ഷണ കേന്ദ്രം. അങ്ങനെ സാഹസികമായ ഒരു പ്രകടനത്തിന് ശേഷം അജിലൂണിൽ നിന്നും യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. ഈ പുരാതന ക്രിസ്ത്യൻ ചർച്ചുകളെ കുറിച്ചൊക്കെ പറഞ്ഞു പോയപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ആശയം വന്നത്. ജോർദാനിൽ വന്നിട്ട് 2 ദിവസമായിട്ടും ഇതുവരെ ഒരു ലൈവ് ചർച്ച്, അതായത് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദേവാലയം കാണാൻ സാധിച്ചില്ല എന്നുള്ളത്. ഇനി അതിനുള്ള അന്വേഷണത്തിലായി ഞങ്ങൾ. ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം പറയട്ടെ. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്നതിനാൽ ജോർദാന്റെ ചില സ്ഥലങ്ങളിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ വർക്ക് ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും കണ്ടെത്താൻ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ക്രിസ്ത്യൻ ചർച്ച് അന്വേഷിച്ചു പോയ ഞങ്ങൾ കണ്ടെത്തിയത് ഒരു ശ്മശാനമാണ്. എന്നെങ്കിൽ അവിടെയെങ്കിലും കയറാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇതിനോട് ചേർന്ന് എവിടെയെങ്കിലും ഒരു പള്ളി കാണും എന്നുള്ളതായിരുന്നു എന്റെ നിഗമനം. അപ്പോൾ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ഷൈബി കണ്ടു. ചെന്ന് സംസാരിച്ചു. അവർ റൂട്ടൊക്കെ പറഞ്ഞു തന്നെങ്കിലും ഞങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലായില്ല. അവസാനം അവർ ഞങ്ങളുടെ മുൻപേ ഡ്രൈവ് ചെയ്ത് പള്ളിയിൽ എത്തിക്കാം എന്ന് വാക്ക് തന്നു. ഏതാണ്ട് ഒരു 5 മിനിറ്റ് ഡ്രൈവിന് ശേഷം ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ലാറ്റിൻ ചർച്ചിലായിരുന്നു. അവിടെ എന്തോ റിനോവേഷൻ നടക്കുന്നതിനാൽ അകത്ത് പ്രവേശിക്കാൻ പാടില്ലെന്നും ഫോട്ടോഗ്രാഫി
പ്രീസ്റ്റിന്റെ അനുവാദത്തോടെ മാത്രമേ അനുവദിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ആ ലാറ്റിൻ ചർച്ചിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഹോളി സ്പിരിറ്റ് ഓർത്തഡോക്സ് ചർച്ചിലേക്ക്. ഹോളി സ്പിരിറ്റ് ഓർത്തഡോക്സ് ചർച്ചിലെ മണിയടിയാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. Where is the father? Amman. Amman today. He's not here. Oh, he's not here. Yeah. Yeah, it's okay. No problem. It's okay. No problem. We will go to. അവിടെ നിന്നും കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് അഞ്ചാറ എന്ന സ്ഥലത്തുള്ള കാത്തലിക് ചർച്ചിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. 15 മിനിറ്റത്തെ യാത്രയാണ് ഇവിടെ നിന്നും അഞ്ചാറ ചർച്ചിലേക്കുള്ളത്. അവിടുത്തെ അനുഭവം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. വളരെ ഫ്രണ്ട്ലി ആയ ഫാദർ യൂസഫ് ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു. അജിലോണിലെയും അഞ്ചാറയിലെയും കാര്യങ്ങളും ഖത്തറിലെ ദേവാലയത്തെക്കുറിച്ചുമൊക്കെ അച്ഛൻ വളരെയധികം സംസാരിച്ചു. പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരുന്നതിനാൽ ചാപ്പലിൽ അല്പനേരം കയറി പ്രാർത്ഥിക്കുകയും അവിടുന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. അറബിക്കിലുള്ള കുർബാനയുടെ ആംബിയൻസ് ഒന്ന് അറിയണമെന്ന് തോന്നിയതിനാൽ ആ ദേവാലയത്തിലും ഞാൻ പ്രവേശിച്ചു. യൂസഫ് അച്ഛൻ്റെ കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം അഞ്ചാറയിൽ നിന്നും മദുബയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര പുറപ്പെടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ജോർദാനിലെ രണ്ടാമത്തെ സൂര്യാസ്തമയം അജിലോണിൽ ഞങ്ങൾ ആസ്വദിച്ചു. അജിലോണിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടിയൊക്കെ കഴുകി പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ മദുബയിലേക്കുള്ള യാത്ര ഉറപ്പാക്കി.